കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സുഗന്ധം തരുന്ന പഴം മുതൽ പലരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില പഴങ്ങളെയും പച്ചക്കറികളെയും കുറിച്ചാണ് 123 ഫാക്സിൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, ബ്ലാക്ക് സപ്പോട്ട. സപ്പോട്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് കറുത്ത സപ്പോട്ടയാണ്. ഉള്ളിൽ കറുപ്പ് നിറമാണ് ഇവയ്ക്ക്. നല്ല ചോക്ലേറ്റ് പുഡിംഗ് പോലെയുള്ളതിനാൽ ചോക്ലേറ്റ് പുഡിംഗ് ഫ്രൂട്ട് എന്നും പറയാറുണ്ട്. അധികം മധുരമില്ലാത്ത ഇവ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. പോഷകഗുണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഓറഞ്ച് കഴിച്ചാൽ കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി പോഷകഗുണം ഇവയിൽ നിന്ന് കിട്ടും. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഇവ എളുപ്പത്തിൽ വളരുന്നവയാണ്. ലെമൺ ക്യുക്കുംബർ. കണ്ടാൽ ഒരു നാരങ്ങ പോലെ തോന്നുന്നുണ്ടാവും. എന്നാൽ ഇതൊരു വെള്ളരിക്കയാണെന്ന് എത്ര പേർക്കറിയാം? അതെ, മുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളുകളി മനസ്സിലാക്കാം. സസ്യലോകത്ത് ആൾമാറാട്ടം നടത്തുന്ന ഒരിനമാണിത്. കൂടാതെ വളരെ അടുത്ത കാലത്തായി നമുക്ക് സുപരിചിതമായ ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ കാണുന്നതും അങ്ങനെയൊരു പഴമാണ് അല്ലേ? എങ്കിൽ തെറ്റി, ഇത് വെള്ളരിക്കയിലെ വേറൊരിനമാണ്. കേപ്പൽ ഫ്രൂട്ട്. വളരെ സുഗന്ധമുള്ള ഏലക്ക പോലെയുള്ള കായകൾ നമുക്ക് സുപരിചിതമാണ്. വായുനാറ്റം അകറ്റാൻ ഇത് പലപ്പോഴും ചവയ്ക്കാറുമുണ്ട്. ഇവിടെ സപ്പോട്ട പോലെ തോന്നിക്കുന്ന ഒരു പഴം കാണാം. കേപ്പൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കഴിച്ചാൽ നമ്മുടെ വിയർപ്പിന് ബിസ്ക്കറ്റിന്റെ ഗന്ധമാണ് എന്നാണ് പറയുന്നത്. ഇന്തോനേഷ്യയാണ് ഇവന്റെ സ്വദേശം. അവിടുത്തെ രാജാക്കന്മാർ തങ്ങളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കൂട്ടത്തിൽ പരിഗണിച്ചിരുന്ന ഒരു പഴമാണിത്. അതുകൊണ്ട് തന്നെ രാജകൊട്ടാരത്തിലല്ലാതെ എവിടെയും ഇത് വളർത്താൻ പാടില്ലായിരുന്നു. എന്നാൽ കാലം മാറി. ഇന്ന് നമ്മുടെ കേരളത്തിലും ഇവനുണ്ട്. 2000 രൂപ മുതൽ തുടങ്ങുന്ന തൈകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. തൈ പാകി 8 വർഷം കഴിഞ്ഞാലാണ് കായകൾ ഉണ്ടായി തുടങ്ങുന്നത്. കായകൾ പാകമായി തുടങ്ങിയാൽ മരത്തിനടുത്തെങ്ങും സുഗന്ധമാണ്. മൈസ് മൊറാഡോ. ചോളം കഴിക്കാത്തവരായി ആരുമുണ്ടാവില്ല. മഞ്ഞ നിറത്തിലുള്ള ഇവ സ്വാദിഷ്ടവും പോഷകഗുണവുമുള്ളതാണ്. എന്നാൽ ഇവയുടെ വർഗ്ഗക്കാരനായ മറ്റൊന്നാണ് മൈസ് മൊറാഡോ. കറുത്ത ചോളം എന്ന് പറയാം. പോഷകഗുണത്തിൽ മുൻപന്തിയിലാണിവൻ. തടി കൂടുവാൻ വേണ്ടി ഇത് ധാരാളം കഴിക്കുന്നവരുമുണ്ട്. ലെമൺ ഡ്രോപ്പ് പെപ്പർ. മുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. പെറു രാജ്യക്കാരനായ മുളകാണ് ഇത്. നേരത്തെ എരിവും നേരിയ പുളിപ്പുമുള്ള ഇവ ഉപ്പിലിട്ട് കഴിക്കുന്നതാണ് രീതി. കെസൂസു ഫ്രൂട്ട്. അടയ്ക്കാക്കുല പോലെ തോന്നിക്കുന്ന ഒരിനം പഴമാണ് കെസൂസു. വാഴപ്പഴത്തിൻ്റെയും സ്ട്രോബെറിയുടെയും മിശ്രിത രുചിയാണ് ഇതിന്. നമ്മുടെ ചക്കയുടെ കുടുംബത്തിൽപ്പെട്ട പഴം കൂടിയാണിവ. വളരെ വിരളമായി മാത്രമേ ഇവ കാണാറുള്ളൂ. കുലയിലെ ഓറഞ്ച് നിറമുള്ളവയാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. പഴങ്ങളിലെ മാണിക്യമെന്നും ഇവയ്ക്ക് പേരുണ്ട്. കോളിഫ്ലവർ. ചുറ്റും ഇലയും നടുവിൽ വെള്ള നിറവുമുള്ള കോളിഫ്ലവർ നമുക്കിടയിലേക്ക് വന്നിട്ട് അധിക കാലമായിട്ടില്ല. എന്നാൽ വെള്ള മാത്രമല്ല, ഓറഞ്ച്, പർപ്പിൾ, റോമനസ്കോ എന്നീ വ്യത്യസ്ത തരം കോളിഫ്ലവറുകളുമുണ്ട്. വെള്ളയേക്കാൾ പോഷകഗുണവും നേരിയ മധുരവും ഇവയ്ക്കുണ്ടാവും. റോമനസ്കോ കോളിഫ്ലവർ കാണാൻ കുറച്ച് വ്യത്യസ്തമാണെങ്കിലും രുചിയിൽ മറ്റുള്ളവയെ പോലെ തന്നെയാണ്. എന്നാൽ മറ്റുള്ളവയേക്കാൾ 25% പോഷകഗുണം ഇവയ്ക്കുണ്ട്. കാനഡയിലാണ് റോമനസ്കോ കോളിഫ്ലവർ സുലഭമായി ലഭിക്കുന്നത്. റെഡ് ഫ്രൂട്ട്. പലതരം രോഗങ്ങൾക്ക് പരിഹാരമായ ഒരു പഴമാണിത്. ഇന്തോനേഷ്യയിൽ കണ്ടുവരുന്ന ഇവയ്ക്ക് 100 സെന്റിമീറ്റർ നീളവും 7.5 കിലോയോളം ഭാരവുമുണ്ടാകും. പേര് സൂചിപ്പിക്കുന്ന നിറത്തിന് കാരണം ബിറ്റാ കാരോട്ടിന്റെ സാന്നിധ്യമാണ്. 30ഓളം ഇനങ്ങൾ ഇവയിലുണ്ട്. എയ്ഡ്സ്, ക്യാൻസർ, പ്രമേഹം, എല്ലിന്റെ ബലക്ഷയം, കണ്ണുരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ മരുന്ന് കൂടിയാണിത്. അക്കേബിയ ഫ്രൂട്ട്. ചൈന, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പഴമാണിത്. പർപ്പിൾ നിറത്തിലുള്ള തോടിനുള്ളിൽ ജെല്ലി രൂപത്തിലുള്ള തേങ്ങയുടെ രുചിയുള്ള പഴം കാണാം. ഇവയുടെ ഇലയ്ക്ക് വാനിലയുടെ മണമുള്ളതിനാൽ ചായയിട്ട് കുടിക്കാനും ചൈനക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ തളിര സലാഡിൽ ഇടാറുണ്ട്. വരൾച്ചയിലും മഴയിലും ഇവ ഒരുപോലെ വളരുന്നു. ഫിഡൽ ഹെഡ്സ്. പയറുവർഗ്ഗത്തിൽപ്പെടുന്ന സസ്യങ്ങളുടെ രുചിയുള്ള ഒരിനം ചെടിയാണിത്. മതിൽ പച്ച എന്ന് നമ്മൾ പറയാറുള്ള ചെടിയുമായി സാമ്യമുണ്ട് ഇവയ്ക്ക്. ഇവയെടുത്ത വെള്ളത്തിൽ തിളപ്പിച്ചാണ് കഴിക്കാറുള്ളത്. വളരെ പോഷകഗുണമുള്ളവയാണ് ഇവ. പച്ചയിൽ കഴിച്ചാൽ വയറുവേദന വരാൻ ഇടയുണ്ട്. ലെമാറ്റോ. കൃഷി ചെയ്യാൻ സ്ഥലവും സമയവും ആവശ്യമല്ലേ? എന്നാൽ ഒരേ സമയം ഒരു ചെടിയിൽ തന്നെ 2 ഫലങ്ങൾ കിട്ടിയാലോ? സമയം ലാഭിക്കാം. നാരങ്ങയും തക്കാളിയും ചേർന്ന ഒരിനമാണ് ലെമാറ്റോ. ഇസ്രായേൽ ശാസ്ത്രജ്ഞരാണ് ഇവയെ വികസിപ്പിച്ചെടുത്തത്. അധികം വൈകാതെ ഇവ വിപണിയിലെത്തുമെന്നും പറയുന്നുണ്ട്. ഈ പഴങ്ങളും പച്ചക്കറികളിലും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഉണ്ടായിരുന്നോ? എങ്കിൽ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.